പുതിയ അധ്യയന വർഷത്തെ വരവേൽക്കാൻ മിതമായ നിരക്കിൽ സ്കൂൾ ഐറ്റംസ് ലഭ്യമാക്കുന്നതിനായി പള്ളുരുത്തി മണ്ഡലം സർവീസ് സഹകരണ ബാങ്കിന്റെ സൂപ്പർ മാർക്കറ്റായ സ്മാർട്ട് മാർട്ടിൽ സ്റ്റുഡൻസ് കോർണർ ആരംഭിച്ചിരിക്കുന്നു. സ്കൂൾ ബാഗുകൾ, കുടകൾ, റെയിൻകോട്ടുകൾ, നോട്ട് ബുക്കുകൾ, മറ്റു സ്റ്റേഷനറി സാധനങ്ങൾ 10 മുതൽ 40% വരെ വിലക്കുറവിൽ ലഭ്യമാകുന്നു. 1000 രൂപയ്ക്ക് മുകളിൽ സ്കൂൾ ഐറ്റംസ് പർച്ചേസ് ചെയ്താൽ ലക്കി ഡ്രോ വഴി ഒരു സൈക്കിൾ സമ്മാനം, കൂടാതെ മറ്റ് നിരവധി സമ്മാനങ്ങളും. സന്ദർശിക്കുക PMSCB സ്മാർട്ട് മാർട്ട്, 40 ഫീറ്റ് റോഡ്, പള്ളുരുത്തി. ജില്ലയിൽ സിവിൽ ഡിഫൻസ് മോക്ക് ഡ്രിൽ നടന്നു. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരം ജില്ലയിലെ വിവിധ ഇടങ്ങളിൽ നടത്തിയ സിവിൽ ഡിഫൻസ് മോക്ക് ഡ്രിൽ പൂർണ്ണം. ബുധനാഴ്ച വൈകിട്ട് 4 മണി മുതൽ 4:30 വരെയായിരുന്നു മോക്ക് ഡ്രിൽ. വൈകിട്ട് 4 മണിയോടെ കളക്ടറേറ്റിൽ അപായ സൈറണുകൾ മുഴങ്ങി. അപായമണി മുഴങ്ങിയതോടെ കളക്ടറേറ്റും പരിസരവും ഇരുട്ടിലായി. ജീവനക്കാർ സുരക്ഷയുടെ ഭാഗമായി ഓഫീസിലെ ലൈറ്റുകൾ, കമ്പ്യൂട്ടറുകൾ, മറ്റ് ഇലക്ട്രിക് ഉപകരണങ്ങളെല്ലാം ഓഫ് ചെയ്തു. സുരക്ഷിതരായി ഓഫീസുകളിൽ തന്നെയായിരുന്നു. ഒപ്പം കളക്ടറേറ്റിന് 1-ാം നിലയിൽ തീ പടർന്നതോടെ അഗ്നി രക്ഷാ വിഭാഗം സംഭവ സ്ഥലത്തേക്ക് പാഞ്ഞെത്തി. ജില്ലാ കളക്ടറും സംഘവും സംഭവ സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി. 4:30യോടെ രക്ഷാപ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയതിന്റെ സൈറൻ കൂടി മുഴക്കിയതോടെ കളക്ടറേറ്റ് ഓഫീസും വീണ്ടും പൂർവ്വസ്ഥിതിയിലായി. ദുരന്ത നിവാരണ വിഭാഗം, അഗ്നിശമന സേന, ആരോഗ്യവകുപ്പ്, സിവിൽ ഡിഫൻസ് വിഭാഗം എന്നിവയുടെ നേതൃത്വത്തിൽ വിവിധ വകുപ്പുകളുടെ പങ്കാളിത്തത്തോടെയാണ് മോക്ക് ഡ്രിൽ സംഘടിപ്പിച്ചത്. കളക്ടറേറ്റ് കൂടാതെ ലുലു മാൾ, കൊച്ചി മെട്രോ, ഹൈക്കോടതി, സിയാൽ, ഗസ്റ്റ് ഹൌസ്, എറണാകുളം മറൈൻ ഡ്രൈവ്, ഷിപ്പ്യാർഡ്, BCG റെസിഡൻഷ്യൽ ടവർ തമ്മനം, BPCL കൊച്ചിൻ റിഫൈനറി, കൊച്ചി കോർപ്പറേഷൻ, ജില്ലയിലെ പഞ്ചായത്തുകൾ എന്നിവിടങ്ങളിലും മോക്ക് ഡ്രിൽ നടന്നു. ഫോർട്ട് കൊച്ചി കടപ്പുറത്തും പരിസരത്തും എത്തിയ സഞ്ചാരികൾക്ക് പോലീസ് വേണ്ട ബോധവൽക്കരണം നൽകി. അലാറം അടിക്കുമ്പോഴുള്ള സേഫ്റ്റിയാണ് സാധാരണ ജനങ്ങളെല്ലാം TV ദൃശ്യമാധ്യമത്തിലൂടെ ഇസ്രായേലിലെയും കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുള്ളൂ. അപ്പം നമ്മളെ നാട് അത് അഭിമുഖീകരിക്കാൻ പോകുന്നതിൻ്റെ പേരിൽ നമുക്കൊന്ന് പ്രാക്ടീസ് എന്ന രീതിയിൽ ഉദ്യോഗസ്ഥന്മാർ തന്ന ഈ നല്ലൊരു പ്രവൃത്തി അത് നമ്മൾ മുൻകരുതലോടുകൂടി ഗൗരവമായി കാണണമെന്നാണ് എൻ്റെ അഭിപ്രായം. ന്യൂസ് ബ്യൂറോ, കൊച്ചി.